ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 15 തീയതി 2025 രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ നിരണം എന്ന വലിയ ഒരു സ്ഥലത്ത് AD 54-57 കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന സെന്റ് തോമസ് വന്നു എന്ന് ചരിത്രം പറയുന്ന ഒരു ചരിത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നിരണം. ഈ നിരണത്ത് 2023 സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സന്ദേശങ്ങൾ കടന്നു വരികയും ഈ ദേശത്തിന് വളരെ പ്രിയപ്പെട്ടവനായ പാസ്റ്റർ CJ സോമൻ അദ്ദേഹം ഈ സത്യം ഏറ്റെടുക്കുകയും ഈ 2023 മുതൽ ഇവിടെ ചില കൺവെൻഷനുകൾ നടത്തി അദ്ദേഹം സ്വയമായി തീരുമാനമെടുത്ത് സ്നാനം സ്വീകരിച്ചു. ധാരാളം പേർ സഭയോട് ചേർന്നൊരു കൂട്ടായ്മ നിരണത്ത് വടക്കം ഭാഗത്ത് നടന്നു വരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈ വർഷം ഇപ്രകാരം നിരണത്തെ ദേശവാസികൾക്കൊക്കെ തന്നെ പ്രയോജനകരമായ വിധത്തിൽ ഒരു ബുക്ക് സ്റ്റോൾ, അഡ്വന്റിസ്റ്റ് ബുക്ക് സ്റ്റോൾ തുടങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഈ പ്രദേശത്ത് കടന്നു വന്ന് പനച്ചമൂട് ജംഗ്ഷനിലുള്ളതായ ഒരു കടമുറി വാടകയ്ക്ക് എടുക്കുകയും ഈ മുറിയിലേക്ക് ആവശ്യമായ ബൈബിളുകൾ, അതുപോലെ പുസ്തകങ്ങൾ, ക്രിസ്തീയ പുസ്തകങ്ങൾ, ഇതൊക്കെ തന്നെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ സഹായത്തോടും സഹായ മനസ്കരായ ധാരാളം പേരുടെ സഹായത്താലും ഒരു ബുക്ക് സ്റ്റോൾ ക്രമീകരിക്കുവാൻ ദൈവം ഇവിടെ ഞങ്ങളെ ഇടയാക്കി. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന ഡോക്ടർ TA ജോൺ അവറുകൾ ഈ ബുക്ക് സ്റ്റോൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ ദേശവാസികൾക്കൊക്കെ തന്നെ ഈ ബുക്ക് സ്റ്റോൾ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കയ്യിൽ പണമില്ലാത്തവർക്കും ഈ ബുക്ക് സ്റ്റോൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അവർക്ക് ഇവിടെ കടന്നു വന്ന് വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ജംഗ്ഷനുകളിൽ ധാരാളം പേർ കൂടി വരുന്ന ഒരു സ്ഥലമാണ്, വൈകുന്നേരങ്ങളിൽ ഇവിടെ കടന്നു വരുവാനും ഈ പുസ്തകങ്ങൾ വായിപ്പാനും ഒക്കെ അവർക്ക് അവസരമുണ്ട്. പണം കൊടുത്ത് വാങ്ങുവാനുള്ള ശേഷിയില്ല എങ്കിൽ പുസ്തകങ്ങൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചതിന് ശേഷം തിരിച്ചു മടക്കി ഇവിടെ നൽകാവുന്നതാണ്. 100 കണക്കിന് വേദപുസ്തകം ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. സൗജന്യമായി വേദപുസ്തകവും കൊടുക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അനേകായിരങ്ങൾക്ക്, ഈ ദേശത്തിലെ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുവാൻ, സുവിശേഷ വിത്തുകൾ അവരുടെ ഹൃദയങ്ങളിൽ പാകപ്പെടുവാൻ ഈ ഒരു ബുക്ക് സ്റ്റോർ പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ശക്തിയോടെ പ്രവർത്തിച്ച പാസ്റ്റർ CJ സോമൻ, അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. അദ്ദേഹം 2 വാക്ക് ഈ സമയത്ത് സംസാരിക്കും. മഹത്വമുണ്ടാകട്ടെ. ഈ ബൈബിൾ ബുക്ക് സ്റ്റോൾ ഇവിടെ ആരംഭിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു വചനം ഇതായിരുന്നു. ആമോസിൻ്റെ പ്രവചനം 5:8 വാക്യമാണ്. 8, 9, 10 വാക്യങ്ങളാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾക്കാനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിന്മേൽ അയക്കുന്നു എന്നുള്ളതാണ്. ഈ സത്യവചനം 50 വർഷത്തിന് മുൻപ് എന്നെ രൂപാന്തരപ്പെടുത്തി. ഈ വചനം ബൈബിൾ വായനയും ബൈബിളിലെ വാക്യങ്ങളാണ് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയായിത്തീർന്നത്. ഈ വചന സത്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, എൻ്റെ ദേശനിവാസികൾ ഇതൊക്കെയും അറിയണം എന്നുള്ള ഒരു വലിയ ദാഹവും വാഞ്ചയും ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഈ പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, നഗരത്തിൻ്റെ ഒരു പ്രധാന സ്ഥലമാണിത്. ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റാൾ ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രത്യേക രാജേഷ് അവറുകൾ, തന്നോടുകൂടി ഒരുമിച്ചുള്ള തൻ്റെ പ്രിയപ്പെട്ടവരെ ഒക്കെ വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വന്ന് സഹകരിക്കുകയും എല്ലാ വിധത്തിലുമുള്ള കൈത്താങ്ങലുകൾ ഈ വേലയ്ക്ക് വേണ്ടി നൽകുന്നുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഇവിടെ മാത്രമല്ല, ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് വരും നാളുകളിൽ പല സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെ ഈ ബുക്ക് സ്റ്റാളുകൾ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇവിടെ ഒരു ശബത്ത് കൂടിവരവും കൂടെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിശാലമായ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഇതിൻ്റെ പ്രാരംഭം കുറിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ദിവസം കൂടി അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും കർത്താവേ ദൈവത്തിൽ സ്വതന്ത്രരായി നിന്നുകൊണ്ട് അങ്ങയെ ഘോഷിക്കുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റോൾ തുറക്കപ്പെടുന്നതിന് ക്രമീകരണം ചെയ്തതോർത്ത് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയും, സ്വർഗീയ പിതാവേ, ഈ പ്രദേശത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായ ഈ ബുക്ക് സ്റ്റോളിലൂടെ ഈ പ്രദേശത്തുള്ളവർക്ക് അങ്ങയെക്കുറിച്ച് അറിയുവാൻ, അങ്ങയുടെ വചനത്തെ പഠിക്കുവാൻ, ക്രിസ്തീയ സഭകളുടെ ചരിത്രം മനസ്സിലാക്കുവാനൊക്കെ ഇത് മുഖാന്തരവും അവസരവും നൽകുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്നു.
അവിടുന്ന് ഈ പ്രസ്ഥാനത്തെ ഈ സംരംഭത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് ഇന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കർത്താവെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അനേകർ ഇവിടെ കടന്നു വന്ന് ഇവിടുത്തെ ഇതിലുള്ളതായ ബുക്കുകൾ പരിശോധിക്കുവാൻ, അതിലൂടെ കർത്താവെ അവരുടെ ആശയങ്ങൾ, അവർ മനസ്സിലാക്കിയിരിക്കുന്ന ആശയങ്ങളും പുസ്തകങ്ങൾ വിശദീകരിക്കുന്ന ആശയങ്ങളും ചിന്തിക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഇവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഈ പ്രദേശത്തിന് ഇതൊരു അനുഗ്രഹമായി തീരുവാനോട് സഹായിക്കണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ളതായ സംരംഭങ്ങൾ ഒരുപാട് ഇനിയും നടക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ തുടങ്ങുന്നതായ ഈ സംരംഭം ഇതൊരു ചെറിയ തുടക്കമാണെങ്കിലും കർത്താവെ ഇത് പല സ്ഥലങ്ങളിലേക്ക് പടരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അഗ്നിയായി ജനിക്കാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങനെ എല്ലാം നമ്മളാലും നിറക്കണം കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തുന്നു. അവിടുത്തെ കരത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണം. ഈ സ്റ്റോളിന്റെ എല്ലാ പ്രവർത്തനത്തിലും കർത്താവ് നടത്തിപ്പോകേണ്ടിയിരുന്ന സകലതും ചെന്ന് ഉചിതമാക്കി അനേകരെ കനുഗ്രഹം തീരണം ഇടയാക്കണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ഈ സമയത്ത് ഒരു 2 വാക്ക് ഈ പ്രകാരം ഒരു ബുക്ക് സ്റ്റോർ ഇവിടെ തുടങ്ങുവാനായ മുഖാന്തിരങ്ങൾ, അതിന്റെ താല്പര്യങ്ങൾ 2 വാക്ക് സംസാരിക്കുവാനായിട്ട് പാസ്റ്റർ സോമനേശ്വരി. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഈ ദേശം. കഴിഞ്ഞ 50 വർഷമായി യേശുക്രിസ്തുവിന്റെ സുവിശേഷം എൻ്റെ സ്വന്തം നാട്ടിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റാള്, ബൈബിൾ ഷോപ്പ് തുടങ്ങാൻ ഉണ്ടായ മുഖാന്തരം എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു വാക്യമാണ്. ആമോസിന്റെ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം 11-ാം വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾപ്പാനുള്ള വിശപ്പ് ഞാൻ ദേശത്ത് അയക്കുന്നു. ഇനിയും നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം, എല്ലാവരും ഈ സത്യവചനം കർത്താവിൻ്റെ മഹത്വം അറിയണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. മാത്രമല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട് കേരളത്തിൽ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടാളുകളുടെ വീടുകളെല്ലാം വേദപുസ്തകം കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനുണ്ടായ ഒരു പ്രത്യേകമായ ഒരു കാരണം, 55 വർഷത്തിന് മുൻപ് എൻ്റെ ഭാര്യയുടെ വീട് പത്തനംതിട്ടയാണ്. എൻ്റെ ഭാര്യയുടെ ഒരു സഹോദരി ഒരാളൊരു ബൈബിൾ കൊണ്ട് കൊടുത്തു. ഒരു പ്രധാന വിശ്വാസിയാണ്, തീവ്രമായ ഹൈന്ദവ വിശ്വാസം നിൽക്കുന്ന ആ സഹോദരി ബൈബിൾ വാങ്ങിച്ചു, വീട്ടിൽ വെച്ചു. മറ്റുള്ള പുരാണത്തിൻ്റെ കൂടെ ഇതും വെച്ച് പട്ടിൻ്റെ അകത്ത് പൊതിഞ്ഞാണ് ബൈബിൾ വെച്ചത്. അത് തൊട്ട് വന്നിരിക്കും, പക്ഷെ വായിക്കത്തില്ലായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായി, അത് വായിക്കാൻ ചില സാഹചര്യത്തിന്റെ പിന്നിൽ ആ ബൈബിൾ എടുത്ത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നയിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കുന്നുള്ള വാക്യം വായിച്ചപ്പോൾ സ്നേഹിക്കുന്ന ഒരു യേശുണ്ടല്ലോ, ഒരു കർത്താവുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി 19-ാമത്തെ വയസ്സിൽ എൻ്റെ ഭാര്യയുടെ ദേശത്ത് രാജനിശ്ചയിൽ യേശുവിനെ സ്വീകരിച്ചു. കഴിഞ്ഞ 55 വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിലും തിരുവനന്തപുരത്തൊക്കെ ആ കർത്താവിൻ്റെ വേദിയിലും പ്രവർത്തനത്തിലൊക്കെ ആയിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ വന്നത്. നമ്മുടെ വീടുകളിലെ ബന്ധുത്വ വീടുകൾ ബൈബിൾ കൊടുക്കണം. 3 വർഷം കഴിഞ്ഞാണ് എൻ്റെ ജ്യേഷ്ഠത്തിൽ വായിച്ചത്. ആ വായിച്ച ഒരു മിഷണറി കുടുംബമായിട്ട് മാറി. അങ്ങനെയാണ് ഈ ബൈബിൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത എന്നെ വരുവാനും കഴിഞ്ഞ 15 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പൊതുവായിട്ട് ഒരു ബൈബിൾ ഷോപ്പും പുസ്തകങ്ങൾ, നമ്മുടെ പുസ്തകങ്ങളൊക്കെ എല്ലാവരും വായിക്കണം എന്നുള്ള വലിയ ചിന്തയുണ്ടായാണ് ഇങ്ങനെ ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ കാരണം. പ്രത്യേകിച്ച് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉടമ ഇബ്രാഹിം കുട്ടി, ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ ബിൽഡിങ്. ധാരാളം ബിൽഡിങ്ങുകൾക്ക് തിരുവല്ല, കൃഷിവര, മാക്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്. അതിനടുത്താണ് ഈ പ്രിയ സാർ താമസിക്കുന്നത്, മാമൂട്ടിൽ ബിൽഡിങ്, ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ ഒരു വിശാലമായ ഒരു മനസ്ഥിതിയുള്ള ഒരു സ്നേഹിതനാണ്. ഇങ്ങനെ ഇവിടെയുള്ള അടുത്തുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. തീർച്ചയായിട്ടും എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സംരംഭത്തെ കാണുന്നത്. ഇനിയും തുടർച്ചയായിട്ടും അനേകർ ഇവിടെ വന്ന് ദൈവവചനം, ഇവിടെ ബൈബിളുണ്ട്, മറ്റു പുസ്തകങ്ങളുണ്ട്, ഇരുന്ന് വായിക്കാനും വീടുകളിൽ കൊണ്ടുപോയി വായിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ട്. ഇതൊരു ബിസിനസ്സായിട്ടല്ല, വാസ്തവത്തിൽ ഇത് സൗജന്യമായി തന്നെ എല്ലാവരുടെയും കരങ്ങളിൽ, ഭവനങ്ങളിൽ ദൈവവചനം എത്തണം എന്നുള്ള ഒരു നല്ല ചിന്ത ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്
പ്രത്യേകിച്ച് ഈ സെക്ഷനിൽപ്പെട്ട എല്ലാവരും നിങ്ങൾ കാണിക്കുന്ന ഞാൻ ഈ സത്യം സ്വീകരിച്ച അന്ന് മുതൽ സത്യം സെമിനറി ചർച്ചുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 3 വർഷമായി നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥതയും എല്ലാവർക്കും പ്രത്യേകം സ്തുതിക്കുന്നു. രാജേഷ് പാഷൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് വളരെ അധ്വാനിക്കൊക്കെ ഇടയായി തീർന്നു. നിങ്ങളെല്ലാവരും പ്രസിഡന്റിയും സെക്രട്ടറിയും ട്രഷററും നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേക ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ ശിവദാസൻ തൻ്റെ ഭാര്യയും വന്നിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഈ സത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്കും അത് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഇന്ന് ഈ ഉദ്ഘാടനത്തിന് വന്നു. നേരത്തെ ശബത്താരാധനയിൽ കടന്നു വരും എന്നോട് താല്പര്യത്തിലിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയ റോയിസവൻ കുടുംബം അനേകരെ ഈ സത്യത്തിലേക്ക് വരുവാനിടയായി തീർത്ത് നിങ്ങളെ എല്ലാവരുടെയും തുറന്നുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥതയും ഞങ്ങളുടെ സഹകരണവും ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അഡ്വന്റിസ്റ്റ് ബുക്ക് സ്റ്റോൾ ഈ സമയത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനും 2 വാക്ക് സംസാരിച്ച് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രാർത്ഥിപ്പാനുമായിട്ട് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ടി എ ജോൺ അവരുടെ ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ ഒരു ഭാഗമായി ഇവിടെ ഇന്ന് നിർവഹിക്കുന്ന ഈ ബുക്ക് സ്റ്റാൾ ഉദ്ഘാടനം തീർച്ചയായും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരുമുണ്ട്. സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ നമ്മളുടെ സീനിയർ പാസ്റ്റർ ടോണി, മറ്റെല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ കുര്യച്ചൻ, നമ്മൾ സ്നേഹിക്കുന്ന ഡോക്ടർ കുര്യച്ചൻ, അതുപോലെ മറ്റെല്ലാവരും, നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നു. അതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ട പ്രവർത്തകനായ പാസ്റ്റർ CJ സോമൻ ഇതിനോട് താല്പര്യം കാണിച്ചതിൻ്റെ ഉദ്ദേശം ആമുഖമായി അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനം ശ്രമിക്കുന്നതിനുള്ള വാഞ്ച. തീർച്ചയായിട്ടും ഇതിനേക്കാൾ നല്ലൊരു വാക്യം ഈ അവസരത്തിൽ ഈ വേദപുസ്തകത്തിൽ നിന്ന് എടുക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനം അറിയുവാനും ശ്രമിക്കുവാനും അതനുഭവിക്കുവാനുമുള്ള വാഞ്ച എല്ലാവരിലും ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, സദുദ്ദേശത്തോടെയാണ് ഈ ബുക്ക് സ്റ്റോൾ നാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ റോമർക്ക് ലേഖനത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ദൈവത്തിൻ്റെ ഹിതം തീർച്ചയായിട്ടും അറിയണമെങ്കിൽ മനസ്സ് പുതുക്കി കഴിയുമ്പോൾ നാം രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. അങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർമ്മ പദ്ധതികളിലേക്ക് ഇടപെടുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതുപോലെ തന്നെ നാം ധാരാളം പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും ഗാനങ്ങളുമൊക്കെ പാടുകയും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പുസ്തക പാരായണത്തിന്, പുസ്തകം വായിക്കുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതായത് മാറ്റമില്ലാതെ, മറന്നു പോകാതെ നാം ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിക്കേണ്ടതിന് തീർച്ചയായിട്ടും പുസ്തക പാരായണം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനുള്ളൊരു സംരംഭമാണ് ഈ എളിയ ശുശ്രൂഷ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇതിന് താല്പര്യം കാണിച്ച പ്രിയപ്പെട്ട പാസ്റ്റർ സോമൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അത് അഭിനന്ദിക്കാതിരിക്കാൻ മാർഗമില്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ഇതൊരു വലിയ ആശ്വാസമാകട്ടെ, സഹായമാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സെക്ഷനിൽ പാസ്റ്റർ രാജേഷും ഒക്കെ ഇതിനകത്ത് വളരെ താല്പര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ ഇവിടെ കടന്നു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ഈ സമയത്ത് ഓർക്കാൻ. നമ്മുടെ ഒരു പുതിയ വിശ്വാസി ശിവദാസൻ തന്നെ, സഹോദരൻ ശിവദാസനും സഹോദരിയും കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പുതിയ
റോയി, അതും അദ്ദേഹത്തിൻ്റെ പുറകിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. എല്ലാവരും സന്തോഷം, നിങ്ങളെല്ലാവരും കണ്ടതിൽ നിങ്ങളെല്ലാവരും വന്നതിലും വളരെ സന്തോഷം. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഉടമയാണ്. ഓക്കെ, താങ്ക് യു സർ. ഇതെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് നാം കാണുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ബുക്ക് സ്റ്റോൾ ഇന്ന് ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടി അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും എല്ലാ നല്ല വഴികളിലും നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെയും അഭിഷേകം നമ്മുടെ മേലുണ്ടാകട്ടെ, ഈ പദ്ധതിയുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിന് സാക്ഷിയാകുവാനും സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ മനസ്സ് അവിടുന്ന് അറിയുന്നത് കൊണ്ടും ഞങ്ങളുടെ മേലോട്ടുള്ള മുന്നോട്ടുള്ള ഉദ്ദേശം നീ അവിടുന്ന് അറിയുന്നത് കൊണ്ടും കിട്ടാമെന്ന് നന്ദിയോടെ ഈ പുസ്തകശാല ഞങ്ങൾ ഇന്ന് ആരംഭിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ കടാക്ഷങ്ങൾ നടത്തിപ്പ് ഈ പദ്ധതികളിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാടിന് ദൈവമേ ഇതൊരു അനുഗ്രഹമായി തീരുവാനും ധാരാളം ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പുസ്തകങ്ങൾ നോക്കുവാനും അതിനെപ്പറ്റി പഠിക്കുവാനും വായിക്കുവാനും അത് മുഖാന്തരം നിന്റെ സന്നിധിയിലേക്ക് വരുവാനും സ്വർഗത്തിലെ ദൈവമേ ഇതൊരു മുഖാന്തരമായി തീരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണ്ടുന്ന താല്പര്യം കാണിച്ച പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. പാസ്റ്റർ സോമനെയും പാസ്റ്റർ രാജേഷിനെയും മറ്റ് ഇവിടെ വന്ന് ഇത് ചെയ്യുവാൻ താല്പര്യം കാണിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവരും കർത്താവെ നീ അവിടെ നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പദ്ധതി സ്വർഗത്തിലെ ദൈവമേ ഒരു അനുഗ്രഹമായി തീരുവാൻ, ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തിരുമേനി അവിടെ നിന്ന് കാണുകയും അതിനെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ നിൻ്റെ വഴിയിൽ നടക്കുവാൻ നീ അവിടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ ദൈവം പോർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർക്കരങ്ങൾ കൊണ്ട് കടമേൽപ്പിക്കുകയാണ്. അവർ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങളെ കർക്കരങ്ങൾ കടമേൽപ്പിക്കുന്നു. എല്ലാം നീ അവിടുന്ന് ഇത്രയും ചന്തവും മാന്യമായ ഉചിതമായി നടത്തുവാൻ നീ അവിടെ സഹായിച്ചോളൂ. തുടർന്നും ഈ പദ്ധതിയുടെ മേൽ നടന്നു പോകുവാൻ, ഇത് മുഖാന്തരം ധാരാളം പേർ ഇതിലേക്ക് ആനയിക്കപ്പെടുവാൻ ഇതൊരു കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഈ നിന്നാമ മഹത്വത്തിന് വേണ്ടി ഉതകുന്നതാകുവാൻ നീ അവിടെ സഹായിക്കണം. മാനവും മഹത്വവും തിരുമേനി എടുക്കണം. എല്ലാം ഞങ്ങൾ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ഹൃദയമുണ്ടായി കേട്ടുത്തരമേ പ്രിയപ്പെട്ടവരെ. സ്വർഗസ്നായ ഞങ്ങളുടെ തിരുനാമം രാജ്യം വേണമേ, നീ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരും ശ്രമിച്ചിരിക്കുന്നപ്പോൾ ഞങ്ങളെ എന്നോടുള്ള സകല ബുദ്ധിയും ദൈവ സമാധാനം, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിക്കുന്നവർ ശുദ്ധാഗുഹായുടെ സംസർഗത്തിനും കൂട്ടായിരുന്നു. അതിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും വിശേഷിച്ച് ഈ വായനശാല വരും ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആശംസ പറയാനായിട്ട് ജോമേഷ് സാറും പിന്നെ കുര്യച്ചനും.
എല്ലാവർക്കും ഇരിക്കാം. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ ദേശത്തേക്ക് എത്തിക്കുവാനും അനേകരെ കർത്താവിൻ്റെ വരവിൽ ഒരുക്കുന്ന ഒരു സംരംഭമായി ഈ ഒരു വായനശാല മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിന് ഇപ്രകാരമുള്ളൊരു മാനദണ്ഡത്തിലൂടെ കാര്യങ്ങളെ ക്രമീകരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CJ സോമൻ, അതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത പാസ്റ്റർ രാജേഷ് ശശിധരൻ, അവരോടൊപ്പം കൂട്ടുനിന്ന് പ്രവർത്തിച്ച എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലുള്ള അനേക ആളുകൾ കടന്നു വന്ന് ഇവിടെ വച്ചിരിക്കുന്ന ഓരോ പുസ്തകങ്ങളും വായിച്ച് തങ്ങൾ ആർജിച്ചെടുത്ത വിശ്വാസവുമായി തട്ടിച്ചു നോക്കി നല്ലൊരു തീരുമാനം കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഈ ഒരു പ്രസ്ഥാനം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബുക്ക് സ്റ്റോള് സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ നേതൃത്വത്തിൽ പാസ്റ്റർ CJ സോമൻ അതിന് മുൻകൈ എടുത്തതിന് വാസ്തവത്തിൽ അദ്ദേഹത്തെ നമ്മൾ വേണ്ട വിധത്തിലുള്ള ഒരു അംഗീകാരം നൽകേണ്ടതാണ്. അദ്ദേഹം ഒരു പെന്തക്കോസ് പ്രസ്ഥാനത്തിൽ 40-46 വർഷം എൻ്റെ അറിവിൽ പ്രവർത്തിച്ചൊരു വ്യക്തി ഈ അഡ്വന്റിസ്റ്റ് സത്യം മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കാനുള്ള വലിയൊരു അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടന്നു. അതാണ് അതിൻ്റെ കാരണം. ധീരമായിട്ട് ഈ സത്യം മനസ്സിലാക്കി ഇത് സ്വീകരിക്കാനും നൂറുകണക്കിന് ആൾക്കാരെ സ്നാനപ്പെടുത്തിയ ഈ നരകത്തിലെ ഈ കടവിൽ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്നാനമേറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കണം. സാധാരണ അവിടെ പോകാറുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ചെല്ലുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ കാര്യമാണ്, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഈ സത്യത്തിലേക്ക് വരാനുള്ള ഒരു തീഷ്ണത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യഥാർത്ഥ സത്യം മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം പരിശുദ്ധാത്മാവിന് മാത്രമേ നൽകുവാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ പ്രാർത്ഥിക്കുക. പഴയതിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു. ഞാൻ കുറേ പുസ്തകമൊക്കെ വായിക്കാനായിട്ട് കൊടുത്തായിരുന്നു. അത് വായിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പാസ്റ്റർ CJ സോമന് കൊടുത്ത ആ ധൈര്യം, ആ ദൈവിക കൃപ ആണ് നമ്മളിന്ന് ഇവിടെ കാണുന്നത്. ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പിതാവുമായിട്ട് ഇവിടെയൊക്കെ വന്നു. ഞങ്ങൾക്കിവിടെ കുറേ ബന്ധത്തിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് എൻ്റെ പിതാവ് പല ഭവനങ്ങളിലും ഈ അഡ്വന്റിസ്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തല്ല ദൈവം തൻ്റെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നത്. ആ സമയം വന്നപ്പോൾ പാസ്റ്റർ CJ സോമനെ ദൈവം എടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറേ വീടുകൾ ഇവിടെ സന്ദർശിച്ചു. ഇതൊക്കെ ഒരു മുഖാന്തരമാണ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാത്തിനും ഒരു മുഖാന്തരം ദൈവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റേതായിട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് ഓരോ മുഖാന്തരം അവൻ സൃഷ്ടിക്കും. നമ്മളതിന് മെനക്കെടേണ്ട കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഇത് ആർക്കും വന്ന് വായിക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ വേദി ഒരുക്കുകയാണ്, അവിടെ വായിക്കാം. അതെ, എല്ലാം അതുകൊണ്ടാണ് നമ്മൾ സൗജന്യം. പിന്നെ പക്ഷേ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കുവാണ്. എനിക്ക് സൗജന്യം വേണ്ട, ഇത് ഉദ്ഘാടനമാണ്. ഞങ്ങളുടെ പ്രസിഡന്റാണ് എനിക്ക് തരുന്നത്. എന്നെ കുറിച്ചാണല്ലോ ഡോക്ടർ കുര്യച്ചൻ്റെ മഹാമനസ്കതയും അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ള പ്രത്യേക താല്പര്യവും നമ്മൾ മാനിക്കുന്നു. പക്ഷേ ഇന്ന് ഉദ്ഘാടന ദിനമായതുകൊണ്ട് ഡോക്ടർ കുര്യച്ചനോട് സെക്ഷൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇത് ഫ്രീ ആയിട്ട് ദയവായി അങ്ങ് വാങ്ങണം. ഈ നാളെ മുതൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ഇനി വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഇത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ എത്രയാണെന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് തരാം. എന്താ ട്രഷറെ കൊടുത്തുകൂടെ? നമുക്ക് കൊടുക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയെ നമ്മൾ മാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ലാർജ് ഹാർട്ടഡ്നെസ് നമ്മൾ മാനിച്ചുകൊണ്ട്, ഇത് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാം അംഗീകാരത്തോടു കൂടെ ഞാൻ അദ്ദേഹത്തിന് ഇത് സമ്മാനിക്കുകയാണ്. ഇതൊരു സമ്മാനമായിട്ട് മാത്രം സ്വീകരിക്കുക. സ്വർഗത്തിലെ ദൈവം തുടർന്നും ഡോക്ടറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മൾ ഈ ബുക്ക് സ്റ്റോൾ എന്ന് പറയുന്നത്
വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഹബക്കുക്കിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക. അപ്പോൾ വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രവചനങ്ങൾ, ദർശനങ്ങളൊക്കെ ഉണ്ട്. പലരും വായിക്കാറില്ല, പലരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അത് ദൈവം പറയുന്നു, അത് തെളിവായി വായിക്കത്തക്കവണ്ണം എഴുതി വെക്കണം. അപ്പോൾ മനുഷ്യർക്ക് അത് വായിക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ തർക്കമുണ്ടാവാൻ സാധ്യതയുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ ആരോടും തർക്കിക്കത്തില്ല. കാരണം ആശയമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ നമ്മുടെ ആശയവും അതിലെ ആശയമാണ് നമുക്ക് ചിന്തിക്കുവാൻ അത് കൂടുതൽ അവസരം നൽകും. അതുകൊണ്ട് എപ്പോഴും ബുക്സ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ബുക്സുകൾ മനുഷ്യർക്ക് ലഭ്യമാക്കുവാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതുപോലെ ഓപ്പണായിട്ട് മനുഷ്യർക്ക് വന്ന് പുസ്തകങ്ങൾ വായിക്കുവാനും അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയവും പുസ്തകത്തിലെ ആശയവുമായിട്ട് അവർക്ക് ചിന്തിച്ച് ആലോചിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുമുള്ള നല്ല ഒരു അവസരമാണിത്. ഇതുപോലെയുള്ള ആക്ച്വലി ഇത് കുറേ കൂടെ നേരത്തെ തുടങ്ങിയിട്ടായിരുന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്താണ്, ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. ഒരിക്കലും തുടങ്ങാതിരിക്കുന്നതിനേക്കാളും താമസിച്ച് തുടങ്ങിയെങ്കിലാണെങ്കിലും അത് നല്ലതാണ് എന്ന ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇത് ഏറ്റവും നന്നായി ഉണ്ടാവട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിന് ഇത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ സ്തോത്രം ചെയ്യുന്നു. 30 വർഷത്തിന് മുമ്പ് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു പ്രിയപ്പെട്ട പ്രസിഡൻറ്റും എല്ലാ പാസ്റ്റർമാരെയും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ ദുബായിൽ നിന്നും ഇവിടെ വരികയും എടത്തായിൽ ചെന്നെ കാണുകയും ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ ചർച്ച് രൂപീകരിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പെന്തക്കോസ്ത് ആരാധനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ശനിയാഴ്ച എന്നുള്ളത് കൊണ്ട് ആ സത്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ മുന്നോട്ട് ഇങ്ങനെ ആരാധിച്ചു ഇവരെല്ലാം എന്നെക്കാട്ടിയും കൂടുതൽ വചനവുമായി ബന്ധപ്പെട്ടവരാണ്. അവരെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എന്നോട് ദൈവം വെളിപ്പെടുത്തി ശനിയാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ട ദിവസം. പിന്നെ നമ്മൾ ഞായറാഴ്ച ആരാധിക്കുക എന്നുള്ള ബോധം നേരത്തെ എനിക്കുണ്ടായിരുന്നു. അത് പ്രിയപ്പെട്ടവനായി ഞാൻ സംസാരിച്ചപ്പോൾ കൂടുതൽ എനിക്ക് വിശദീകരണ പുസ്തകം വായിക്കാനും ഒക്കെ ഇടവന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പ്രസ്ഥാനത്തോട് കയറുവാനായിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് ഞങ്ങൾ വരാം, നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. അനേക ആത്മാവിനെ 29ാമത്തെ വാടക വീട്ടിലാണ്, പലയിടങ്ങളിലായിട്ട് താമസിക്കുന്നതാണ്. ചെല്ലുന്നിടത്തൊക്കെ അനേക ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം അനേക മുസ്ലിങ്ങളെ, കത്തോലിക്കരെ, അതുപോലെ ഹൈന്ദവരെ, ഒത്തിരി പേരെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകാൻ സ്വർഗത്തിൽ അപ്പച്ചൻ സഹായിച്ചു. ഇനി മുന്നോട്ട് അനേകരെ ഇപ്പോൾ തന്നെ 2-3 പേരുടെ പേര് സെലക്ട് ചെയ്ത് ഞാൻ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവനുമായിട്ട് സംസാരിച്ച് ഈ ആശയം അവരിലേക്കും പകരുവാൻ തക്കോണം അദ്ദേഹം സംസാരിച്ചു. ഇനി അനേകർ നമ്മുടെ പ്രസ്ഥാനത്തിലേക്കും നമ്മുടെ ആ ദൈവീയ ആരാധനയിലേക്കും വരുവാൻ സ്വർഗത്തിലപ്പച്ചൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ആമുഖമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ AD 54-57 കാലഘട്ടത്തിൽ സെന്റ് തോമസ് നിരണത്ത് വന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച ആ സത്യം യാതൊരു കലർപ്പും കൂടാതെ ഈ ദേശത്തിന് കേൾക്കുവാൻ കാലങ്ങൾക്ക് മുൻപ് ദൈവം ഒരു അവസരം കൊടുത്തു. എന്നാൽ ഇന്ന് 2025 എന്ന വർഷത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ ഏത് സത്യമാണോ ഈ ദേശത്തിൽ വന്ന് സെന്റ് തോമസ് പ്രസംഗിച്ചത്, ആ സത്യമൊക്കെ പാടെ മറന്ന് ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ബൈബിൾ വിരുദ്ധമായ ആരാധനാ രീതികളും ഒക്കെ ഇന്ന് ഈ ദേശത്തിലും അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യം എന്ത് എന്നറിയാതെ ജനങ്ങളൊക്കെ സത്യമെന്ന് വിചാരിച്ച് വ്യാജത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അനേകരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ അവരുടെ സ്വഭാവം അനുസരിച്ച് തിരിച്ച് കയർക്കുകയാണ് എല്ലാവരും പൊതുവെ ചെയ്യാറ്. എന്നാൽ ഒരു പുസ്തകത്തിന്, നേരത്തെ പാസ്റ്റർ ഡോണി സൂചിപ്പിച്ചതുപോലെ, ഒരു പുസ്തകം വായിക്കുമ്പോൾ അവിടെ ആ പുസ്തകത്തിലെ ആശയം അത് വായിക്കുന്ന വ്യക്തിയോട് പങ്കുവെക്കുകയാണ് പുസ്തകം ചെയ്യുന്നത്.
കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ആശയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാൻ ഒരു വായനക്കാരന് തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ പുസ്തകങ്ങളൊന്നും ജനങ്ങൾ വായിക്കരുത് എന്ന താല്പര്യത്തിലാണ് സത്യത്തിൽ ഈ അന്ത്യകാലത്ത് പിശാച് പലവിധമായി മാധ്യമങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ചും ഈ പുതിയ തലമുറ വായനയിൽ വളരെ പിന്നോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് അനേകരും മൊബൈൽ ഫോണുകളിൽ അടിമകളായി എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോണിൽ നോക്കിയും തോണ്ടിയും ഒക്കെ ഇരിക്കുന്ന ഈ കാലത്ത് ഒരു പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ കഠിനമായ ഒരു വേലയായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും ഇപ്രകാരം നിരണത്ത് സെന്റ് തോമസ് വന്നു എന്ന് ചരിത്രം പറയുന്ന ഈ ദേശത്ത് ഇപ്രകാരം ഒരു ബുക്ക് സ്റ്റോർ, സത്യ വചനത്തെക്കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ സഹായകമായ ഒരു ബുക്ക് സ്റ്റോർ ഈ നിരണത്തിൻ്റെ പ്രദേശത്ത് തുടങ്ങുവാൻ കഴിഞ്ഞു എന്നത് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവമാണ് അപ്രകാരം ഒരു ചിന്ത അദ്ദേഹത്തിന് കൊടുത്തത്. കാരണം യേശുക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച ഒരു ശിഷ്യൻ വന്ന ഈ സ്ഥലത്ത് എല്ലാവരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന വലിയൊരു ചിന്തയും നിഷ്ഠയും ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം എന്താണ് എന്ന് ഈ ദേശത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേക വർഷങ്ങളായി സത്യം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, കൺവെൻഷനുകൾ നടത്തുന്നു, ആർക്കും വരുവാനോ കേൾക്കുവാനോ താല്പര്യമില്ല. എന്നാൽ ഇന്ന് ഈ ദേശത്തിന് ഒരു വലിയ സാക്ഷ്യമായി ഈ പ്രദേശത്ത് ഇപ്രകാരം ഒരു ബുക്ക് സ്റ്റോർ തുടങ്ങിയതിലൂടെ ഇവിടെ ലഭ്യമായിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ കയ്യിൽ പണമുണ്ടേലും ഇല്ലേലും ഇത് കൈവശപ്പെടുത്തി അവരുടെ വീടുകളിൽ ചെന്ന് വായിപ്പാനും അവരാൽ കഴിയുന്ന ഈ പുസ്തകത്തിൻ്റെ തുക നൽകുവാനോ അല്ലെങ്കിൽ കൊണ്ടുപോയി വായിച്ചതിന് ശേഷം തിരിച്ച് മടക്കിക്കൊണ്ട് ഇവിടെ ഏൽപ്പിക്കുവാനോ ഒക്കെയുള്ള അവസരങ്ങളാണ് ഈ ഒരു ബുക്ക് സ്റ്റോറിലൂടെ ഈ ദേശത്തിന് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ ദേശത്തിന് വലിയൊരു അനുഗ്രഹമായി തീരും. പ്രത്യേകിച്ച് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഒക്കെ ഈ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ധാരാളം വായന ശീലമുള്ള വ്യക്തികൾ വരുന്ന സമയങ്ങളിൽ ഇവിടെ കടന്നു വരികയും ഈ പുസ്തകങ്ങളൊക്കെ കൈവശപ്പെടുത്തുവാൻ, ഇത് എടുക്കുവാൻ, വായിക്കുവാനൊക്കെ താല്പര്യപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നൂറുകണക്കിന് ബൈബിളുകളാണ് ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ബൈബിളുകളൊക്കെ തന്നെ ആരൊക്കെ വന്നാലും അവർക്ക് സൗജന്യമായി കൊടുക്കുവാനായിട്ടാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സംരംഭത്തിന് വേണ്ടി പുസ്തകങ്ങൾ നൽകി നമ്മെ സഹായിച്ചത് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനാണ്. മെയിനായിട്ട് ഈ കാണുന്ന വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളൊക്കെ തന്നെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ സ്റ്റോറിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരപ്പെട്ടതാണ്. അത് നൽകുവാനായിട്ട് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഇടയായി. അതിന് പ്രത്യേകമായി നന്ദി ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇപ്രകാരം ഒരു ബുക്ക് സ്റ്റോർ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇതിനു വേണ്ടിയ സഹായങ്ങൾ ചെയ്യുവാൻ മനസ്സോടെ മുന്നോട്ട് വന്ന ചില വ്യക്തികളുണ്ട്. എൽഡർ ടൈറ്റസ് അവറുകൾ മാവേലിക്കര സഭയിലെ വിശ്വാസിയാണ്. അവിടുത്തെ സ്കൂളിൻ്റെ ചുമതല നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പുസ്തകശാലയ്ക്ക് വേണ്ടി 50 വേദപുസ്തകം നൽകുവാനായിട്ട് വില കൊടുത്ത് വാങ്ങി നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ പ്രിയപ്പെട്ട മിസ്സിസ് അമ്മിണി സക്രിയ, ആ പ്രിയദാസിയും ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം അവരുടെ ധാരാളം പുസ്തകങ്ങൾ അവർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങളിൽ നിന്നും കുറേ പുസ്തകങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ആ പുസ്തകങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സഹായിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നു മുതൽ ഇവിടെ തുടങ്ങുന്ന ഈ ഒരു ശുശ്രൂഷ ഈ ദേശത്തിനും ഇവിടെ കടന്നു വരുവാൻ പോകുന്ന ഓരോ വ്യക്തികൾക്കും, അത് ഒരുപക്ഷെ ശുശ്രൂഷകന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഈ ദേശവാസികളായിരിക്കാം, ആരായിരുന്നാലും അവർക്ക് വലിയ അനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ പ്രധാനമായിട്ടും ധാരാളം പേര് കൂടുന്ന ഒരു കവലയാണ് ഈ ഒരു കവല. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ കടന്നു വരുന്നവർക്ക് നമ്മുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനൽ ധാരാളം പ്രസംഗങ്ങളും പാട്ടുകളും ഒക്കെ നമ്മൾ ഓരോ ദിവസവും അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വന്ന് കാണുവാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പൊതുവേ ഇന്നത്തെ കാലത്ത് കൂടുതലും ആൾക്കാർക്ക് കാണുവാനാണ് താല്പര്യം. അപ്പോൾ അവരുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് വായിക്കുവാനുള്ളവർക്ക് വായിക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ കടന്നു വന്ന് പാസ്റ്റർ CJ സോമൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉണ്ടാകും. കടന്നു വരുന്നവരോട് സംസാരിക്കുവാനും അവരോടൊപ്പം ചില സന്ദേശങ്ങൾ കേൾക്കാനും കാണാനും ഈ പുസ്തകങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇവിടേക്ക് കൊണ്ടുവരാം, അവരെ ഇവിടേക്ക് പറഞ്ഞേക്കാം. അങ്ങനെ ഈ നിമിഷം മുതൽ ഈ ഒരു ശുശ്രൂഷ ഒരു അനുഗ്രഹം
അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട പാസ്റ്ററിൻ്റെ ഇളയ മകൾ, UK-യിലുള്ള ഇളയ മകൾ ഇതിനോട് വളരെ അനുഭാവപൂർവമായിട്ട് സമ്മതം ഒക്കെ മൂളിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മറ്റ് എതിർപ്പുകളൊന്നും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെയൊക്കെ സഹായമുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇപ്രകാരം ഇവിടെ തുടങ്ങിയ ഈ ഒരു പുസ്തകശാലയ്ക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ നന്മകളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സുമായിട്ടൊക്കെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയ സഹോദരൻ ലിൻസ് ബോവാസ്, അതുപോലെ സഹോദരൻ ജസ്വിൻ, മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ നന്ദി പറയുകയാണ്. ഈ ദേശത്തിനും ഈ ദേശവാസികൾക്കും നമ്മുടെ ഓരോ സഭകൾക്കും ഈ ഒരു പുസ്തകശാല അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇവിടെ നാം ആവർത്തിച്ച് പ്രതിപാദിക്കപ്പെട്ട ഒരു വാക്കാണ് നിരണം. ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു. നിരണം എന്ന് കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു രോമാഞ്ചം ഉണ്ടാവും. നിരണം ഭദ്രാസനത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഞാനിത് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സെൻറ് തോമസ് വന്നതും നിരണത്ത് എങ്ങനെയാണ് സുവിശേഷം സ്ഥാപിക്കുക, ഇതെന്നെ നിങ്ങളോട് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ രാജേഷിൻ്റെ നിരണത്തെ പറ്റിയുള്ള പ്രതിപാദ്യമാണ്. വാസ്തവത്തിൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയാണ് നാം സുവിശേഷം പറയുന്നത്? ഇവിടെയാണ്. അതിന് പലരും പറയും നിരണത്ത് പോയി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിരണത്തെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ്. സ്വർഗത്തിലെ ദൈവം ഇത് കാണുകയും, കാരണം യഥാർത്ഥ ദൂതിൽ നിന്ന് വ്യതിചലിച്ചു പോയി ക്രിസ്തീയ സഭയുടെ ഒരു വലിയ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് നിരണം. അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ, ഭാരതത്തിൽ ക്രിസ്ത്യാനിറ്റി വളർന്നതിൻ്റെ ഒരു വലിയ പങ്ക് നിരണത്തിനുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഇടുക്കള വർഗീസും ഞങ്ങൾ വന്ന് ഇത് വന്ന് കണ്ടിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവിടെ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമായി ദൈവത്തിൻ്റെ നടത്തിപ്പായിട്ട് നാം കണക്കാക്കണം എന്ന് ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംരംഭം സ്വർഗത്തിലെ ദൈവം കാണുകയും, കാരണം യഥാർത്ഥമായ സത്യം, യഥാർത്ഥമായ ദൂതിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുകയാണ്. ദ സോ കോൾഡ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ഈ സമൂഹത്തെ പ്രേരിപ്പിക്കുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രവർത്തനത്തെ സ്വർഗത്തിൽ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ ഇതിൻ്റെ അവസാനമായി നിങ്ങളെ ആശംസിക്കുകയാണ്. പാസ്റ്റർ സോമൻ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വാക്ക് ക്ലോസിംഗ് ആയിട്ട് പ്രാർത്ഥിക്കാം. ഡോക്ടർ കുര്യച്ചന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവമേ, സ്തോത്രം. ഈ ദിവസത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ തന്നെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ഇതിന്റെ വചനം പ്രഖ്യാപിക്കുന്നതിനും അതിന്റെ നാന്ദിയായിട്ട് ഇവിടെ ഒരു ക്രിസ്തീയ ബുക്ക് സ്റ്റോൾ ഇവിടെ കെട്ടിപ്പടുക്കുന്നതിനും അതിനുവേണ്ടി ആ ശ്രമം നടത്തിയ പാസ്റ്റർ സോമനെ പ്രത്യേകമായിട്ട് ഇതിന്റെ സമർപ്പിക്കുകയാവും. ഈ ഓരോ സമയത്ത് ഓരോ വ്യക്തികളെ സത്യത്തിൻ്റെ ദൂതുവാഹകരായിട്ട് ഉയർത്തും എന്നുള്ള വലിയൊരു വചനം ഞങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും അതിശയവും അത്ഭുതവും പ്രവർത്തിക്കുന്ന കരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ദൈവമാകുന്നില്ല. ഈ പ്രസ്ഥാനത്തെ നീ അനുഗ്രഹിക്കുകയും ഈ പ്രദേശത്ത് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന. അനേക ജാതി മത വ്യത്യാസമെന്നെ ഇവിടെ വന്ന് നിന്റെ ദൂത് അറിയുന്നതിനും അത് അവരുടെ ജീവിതത്തിലൊരു പരിവർത്തനം ഉണ്ടാകത്തക്കവണ്ണം ഉള്ളൊരു വലിയ ഒരു സംഭവമായിട്ട് നീ ഇതിനെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിൻ്റെതായിട്ടൊരു സമയമുണ്ട്. നീ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ ആ പ്രവർത്തനം എൻ്റെ കരങ്ങളിൽ നിന്ന് യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്ന എൻ്റെ കരങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കും. ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ നേതൃത്വവും സഹായവും ചെയ്ത് ഞങ്ങളുടെ ആലപ്പുഴ പത്തനംതിട്ട അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സെക്രട്ടറി രാജേഷ് പ്രസാദ്, അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർമാരും അതിൽ ഉൾപ്പെട്ട ഞങ്ങളുടെ എല്ലാ സഭകളിലെ വിശ്വാസികളും ഇതിനെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം സുവിശേഷം ജാതിമത ഭേദമന്യേ ഈ അവസാനം തന്ന ആ കൽപ്പന രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും തോന്നി സുവിശേഷം എത്തുമ്പോൾ നിന്റെ വരവ് അതാണ് ഏറ്റവും അവസാനത്തെ ലക്ഷണം എന്നുള്ളത് ഞങ്ങളെ നീ വചനം മുഖേന അറിയിച്ചിരിക്കുന്നല്ലോ. അതുകൊണ്ട് അതിലേക്ക് ഒരുക്കമുള്ളതായി തീരുമാനം ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കും. കൃപയും
കരുണയും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എൻ്റെ മക്കളെ അനുഗ്രഹിക്കുകയും തുടർന്ന് അവരുടെ പ്രവർത്തന മേഖലകളിൽ നിന്നെ മുൻനിർത്തി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നെ യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം. ആമേൻ.